ഹലോ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന വിലാപകാവ്യത്തിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. 1936 പുറത്തു വന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മലയാള ഭാവകാവ്യമാണ് രമണൻ. കാതുകുളിർപ്പിക്കുന്ന സംഗീതമാധുര്യവും രൂപപ്പൊലിമയും ഹൃദയം കവർന്ന സാരല്യവും ചങ്ങമ്പുഴ കവിതകളുടെ മുഖമുദ്രയാണ്. മലയാളത്തിലെ ആദ്യത്തെ ആരണ്യക നാടകീയ വിലാപകാവ്യം എന്നാണ് രമണൻ അറിയപ്പെടുന്നത്. കുടിലുതൊട്ട് കൊട്ടാരം വരെ സാക്ഷരലിലും നിരക്ഷരലിലും രമണൻ്റെ സ്വാധീനം ഉണ്ടായി. രമണൻ എന്ന പാവപ്പെട്ട ഒരു ഇടയ യുവാവിൻ്റെയും ചന്ദ്രിക എന്ന ധനിക യുവതിയുടെയും പ്രണയവും അവസാനം വഞ്ചിതനാകുന്ന നായകൻ്റെ ആത്മഹത്യ എന്നിവയാണ് കാവ്യപ്രമേയം. ആർഭാടങ്ങളിൽ നിന്നകന്ന് ലളിതമായൊരു ജീവിതത്തെ മധുരഗാനങ്ങൾ കൊണ്ട് നിറച്ചിരുന്ന ഒരു യുവാവുമായി ഉന്നത കുലജാതിയിലെ കന്യക പ്രണയത്തിലാകുന്നു. തൻ്റെ സാമുദായിക പരിഗണന മനസ്സിലാക്കി അവൻ അവളെ ആ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ അത് സമ്മതിക്കുന്നില്ല. രമണൻ്റെ പ്രേമത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കൂട്ടുകാരൻ മദനനും അവളുടെ പ്രേമത്തെ ബലപ്പെടുത്താനായി ഒരു തോഴിയുമുണ്ട്. എന്നാൽ നായികയുടെ പിതാവിൻ്റെ തീരുമാനം അവൾക്കനുസരിക്കേണ്ടി വരുമ്പോൾ രമണനെ ചന്ദ്രിക തൻ്റെ ഹൃദയകോവിലിൽ നിന്നും യാതൊരു മടിയും കൂടാതെ കുടിയിറക്കുന്നു. എന്ന് വച്ചാൽ ചന്ദ്രിക രമണനെ ചതിക്കുന്നു. ചന്ദ്രികയെ നഷ്ടപ്പെട്ട രമണൻ ദുഃഖം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നു. രമണൻ്റെ തണുത്തുറഞ്ഞ ശരീരം കണ്ട് കൂട്ടുകാരനായ മദനൻ പറയുന്ന ഏതാനും വരികളിലൂടെ കവിത അവസാനിക്കുന്നു. ഗ്രാമീണ വിലാപകാവ്യം എന്ന് കവി വിശേഷിപ്പിച്ച ഈ കാവ്യത്തിൻ്റെ രൂപകൽപ്പനയ്ക്ക് ഇംഗ്ലീഷിലെ പാസ്റ്ററൽ എലിജി മാതൃകയായിട്ടുണ്ട്. ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ രംഗങ്ങൾ സൃഷ്ടിക്കുക, അതിൽ ഗ്രാമീണ അനുരാഗ കഥയുടെ പുളകം കൊള്ളിക്കുന്ന രംഗങ്ങൾ സന്നിവേശിപ്പിക്കുക, കഥാപാത്രങ്ങളെ ഭാവങ്ങളെ ക്ഷതങ്ങൾ പറ്റാതെ ആവിഷ്കരിക്കുക, ഇതൊക്കെയാണ് രമണൻ്റെ പ്രത്യേകതകൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ള. എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഇരുവരും സുഹൃത്തുക്കളായത്. ഇരുവരും ഒരുമിച്ച് കവിതകളൊക്കെ എഴുതാറുള്ളത് കൊണ്ട് തന്നെ ഇടപ്പള്ളി കവികൾ എന്നായിരുന്നു അവരെ അറിയപ്പെട്ടിരുന്നത്. ചങ്ങമ്പുഴ രമണൻ എന്ന കൃതിയിലൂടെ അവതരിപ്പിക്കുന്നത് ഇടപ്പള്ളിയുടെ പ്രണയവും പ്രണയ തകർച്ചയും ഒടുവിൽ ആത്മഹത്യയും എല്ലാമാണ്. തൻ്റെ രമണൻ എന്ന കൃതിയിലൂടെ ഇടപ്പള്ളി രാഘവൻപിള്ളയെ രമണനാക്കി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം സ്നേഹിച്ച പണക്കാരി പെണ്ണായി ചന്ദ്രികയും അവതരിപ്പിക്കുന്നു. ഉറ്റ സുഹൃത്തിൻ്റെ വേർപാടിൽ ചങ്ങമ്പുഴയ്ക്കുളവാക്കിയ തീവ്രവ്യതയാണ് രമണൻ എഴുതാൻ പ്രേരിപ്പിച്ചത്. പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്നറിയില്ല, പഴയ തലമുറക്കാർ പാടി നടന്ന ഗാനമാണ്. കാനനച്ചായയിലാടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ, ചന്ദ്രിക ചോദിക്കുന്നതാണ് രമണനോട്. അപ്പോൾ രമണൻ പറയുന്നതാണ്, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. 1967 DM പൊറ്റക്കാട് രമണൻ എന്ന സിനിമയും സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രേം നസീറും ഷീലയുമായിരുന്നു മുഖ്യ കഥാപാത്രങ്ങൾ. ദാരിദ്ര്യത്താലും കഷ്ടപ്പാടാലും വളർന്ന ഇടപ്പള്ളി രാഘവൻപിള്ള തനിക്ക് 27 വയസ്സുള്ളപ്പോഴായിരുന്നു ആത്മഹത്യ ചെയ്യുന്നത്. മരിക്കുന്നതിൻ്റെ തലേന്ന് ഒരു കവിത എഴുതി പ്രസിദ്ധീകരണത്തിന് കൊടുത്ത ശേഷമായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതും വെറും ഒരു പ്രണയത്തിൻ്റെ പേരിൽ. തൻ്റെ മരണത്തലേന്ന് മരണവിഷയമായി ഇടപ്പള്ളി രചിച്ച കവിതകളാണ് മണിനാഥവും നാളത്തെ പ്രഭാതവും. മണിനാഥം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനും നാളത്തെ പ്രഭാതം മലയാള രാജ്യം ചിത്രവാരികയ്ക്കും കൊടുക്കുകയും ഉടൻ പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 1936 ജൂലൈ 6 പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മണിനാഥം അച്ചടിച്ചു വന്നു. ദിനപത്രങ്ങളിൽ മരണവാർത്ത വന്നതും അതേ ദിവസമായിരുന്നു. നാളത്തെ പ്രഭാതം മലയാള രാജ്യത്തിൽ ജൂലൈ 7 പുറത്തിറങ്ങിയത്. ഇടപ്പള്ളിയുടെ മരണം ചങ്ങമ്പുഴയിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. ഇടപ്പള്ളിയുടെ മരണം ഉളവാക്കിയ വേദനയിൽ ചങ്ങമ്പുഴ തകർന്ന മുരളി എന്ന ഒരു ലഘു വിലാപകാവ്യം എഴുതുകയുണ്ടായി. പിന്നീടാണ് കുറെ കൂടെ വിശാലവും വിഷാദാത്മകവുമായ പശ്ചാത്തലത്തിൽ രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്നെഴുതി പ്രണയത്തിൻ്റെ ലഹരിയുടെ ജീവിതച്ചാർ കുടിച്ച് തളർത്ത് അസ്തമിച്ചു പോയൊരു കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. 1911 ഒക്ടോബർ 10 എറണാകുളത്തെ ഇടപ്പള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത്. ചങ്ങമ്പുഴ തറവാട്ടിൽ പാറുക്കുട്ടി അമ്മയുടെയും തെക്കേടത്ത് വീട്ടിൽ രാമൻ മേനോൻ്റെയും മകനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത്. ശ്രീദേവി ചങ്ങമ്പുഴയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. 4 മക്കളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ക്ഷയരോഗം പിടിപെട്ട് 1948 ജൂൺ 17 തൻ്റെ 36 വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. രമണനടക്കം നിരവധി പ്രശസ്ത കാവ്യകൃതികളുടെ രചയിതാവായിരുന്നു അദ്ദേഹം. മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവി കൂടിയായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.
പ്രധാന കൃതികൾ രമണൻ, ദേവത, ദേവഗീത, ദിവ്യഗീതം, മനസ്സിനി, വാഴക്കുല, ഓണപ്പൂക്കൾ, നിഴലുകൾ, നിർവൃതി, യവനിക, മോഹിനി, അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. അങ്ങനെ ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെട്ടിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള തൻ്റെ 27-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 36 വയസ്സിൽ രോഗം പിടിപെട്ട് മരിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മരണത്താൽ മാനസികമായി തകർന്നപ്പോഴാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തകർന്ന മുരളി എന്ന കാവ്യം എഴുതിയത്. അത് എഴുതി കഴിഞ്ഞിട്ടും മനസ്സമാധാനം കിട്ടാത്തതിനാലാണ് ചങ്ങമ്പുഴ ആഴ്ചകൾക്കുള്ളിൽ രമണൻ എന്ന വിലാപകാവ്യം എഴുതി പൂർത്തിയാക്കിയത്.